കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലൻ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 3-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുമെന്ന്. അപ്പോൾ ക്രിസ്തു വരുമ്പോൾ അവനോടുകൂടെ നാമം തേജസ്സിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരമല്ല, ഒരു തേജസ്സിൻ്റെ ശരീരവുമായി വെളിപ്പെടുമെന്ന് അപ്പോസ്തലൻ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് എഴുതുന്നു. അത് എങ്ങനെയുള്ളവരാണെന്ന് പറഞ്ഞ് വിചാരിച്ചാൽ നാം ഉള്ളോട്ടുള്ള ഭാഗങ്ങൾ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, നാം സ്നാനമേറ്റ് ക്രിസ്തുവിനോട് കൂടെ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അങ്ങനെ ക്രിസ്തുവിൽ തന്നെ ജീവിക്കുന്ന നാം ഈ ഭൂമിയിലുള്ളതല്ല, മേലായത് ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കണം എന്ന് ആ വചനങ്ങളിൽ പറയുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഭൂമിയിലുള്ളത് നാം അന്വേഷിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ട് അതൊരു ലോകത്തിൻ്റെ ഒരു ചിന്തയാകും. നാം ഈ ലോകത്തിൽ തന്നെ അഴിഞ്ഞു പോകുകയും ചെയ്യും. നാം മേലായത് അല്ലെങ്കിൽ ഉയരത്തിലുള്ള സ്വർഗീയ കാര്യങ്ങൾ, ദൈവത്തിനടുത്ത കാര്യങ്ങളെ നാം ചിന്തിക്കുകയാണെങ്കിൽ കർത്താവ് വെളിപ്പെടുമ്പോൾ നാം അവനോട് കൂടെ നമുക്കും തേജസ്സിൽ വെളിപ്പെടുവാൻ സാധിക്കും. അതുകൊണ്ട് നാം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, അങ്ങനെ നാം വെളിപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള 5-ാമത്തെ വാക്യത്തിൽ തുറന്നടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ എന്ന് 5-ാമത്തെ വാക്യത്തിൽ കാണുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, ക്രിസ്തു വെളിപ്പെടുമ്പോൾ ക്രിസ്തുവിനോട് കൂടെ നാമും തേജസ്സിൽ വെളിപ്പെടണമെങ്കിൽ ഈ നാം ഭൂമിയിലുള്ളതല്ല, അല്ലെങ്കിൽ ഉയരത്തിലുള്ളത് അത്രയും നാം അന്വേഷിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള സ്വഭാവങ്ങളായ ദുർനടപ്പ്, അശുദ്ധി, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെയുള്ള ആ കാര്യങ്ങളെ നാം വിട്ട് വിലകിയിരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു എന്ന് നമ്മെ തന്നെ ശോധന ചെയ്തറിയേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ വരവ് എത്ര ആസന്നമായിരിക്കുമ്പോൾ നമ്മെ തന്നെ നാം വെടിപ്പുള്ളവരാക്കി കർത്താവിന് വേണ്ടി നിർമ്മല കന്യകകളായി ഒരുങ്ങിയിരിക്കാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹമായ ഈ സമയത്ത് ഈ വചനം കേട്ട നിങ്ങളുടെ പൈതങ്ങളപ്പൻ്റെ കരങ്ങൾ തരുന്ന കർത്താവേ, അവർ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവേ, ഭൂമിക്കടുത്ത കാര്യങ്ങളിൽ മാത്രമല്ല ഉയരത്തിലുള്ള ജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് തന്നെ നോക്കി കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങൾ മുമ്പോട്ട് പോകുവാൻ കർത്താവേ നീ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശരീരങ്ങളുടെ ശുഭമായ ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹ ആരാധന, ദുർമോഹമായ അശുദ്ധമായ അവയവങ്ങളെ അല്ലെങ്കിൽ സ്വഭാവങ്ങളെ മരിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൽ തന്നെ ജീവിച്ച് മുന്നേറുവാൻ ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.